നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗമായ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നും എടുത്തതാണ്. പ്രധാന ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് ഈ SCERT പാഠഭാഗത്തു നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ഒന്ന് കിഴക്കൻ ഹിമാലയത്തെയും കുറിച്ച് പറയുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഉൾപ്പെടുത്തിയ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചും കിഴക്കൻ ഹിമാലയത്തിൽ ഉൾപ്പെടുത്തിയ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചുമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി വരുന്ന എക്സാമിൽ ഉറപ്പായും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഈ വീഡിയോ കാണുമ്പം തന്നെ പഠിച്ച് വെച്ചിട്ട് പോണേ. ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയവും ഒന്ന് കിഴക്കൻ ഹിമാലയവും. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ദേശീയോദ്യാനങ്ങളാണ് ഡെച്ചിങ്ഗാം ജമ്മു കാശ്മീരിലാണ്, ഹെമിസ് ലഡാക്കിലാണ്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ്, കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ്. ഡെച്ചിങ്ഗാം ജമ്മു കാശ്മീരിലാണ്, ഹെമിസ് ലഡാക്കിലാണ്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ്, കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ദേശീയോദ്യാനങ്ങളാണ് കാഞ്ചൻജംഗ സിക്കിമിലാണ്, ദിബ്രു സൈഖോവ ആസാമിലാണ്, കാസിരംഗ ആസാമിലാണ്, മനാസ് ആസാമിലാണ്, കേബിൾ ലംജാവോ മണിപ്പൂരിലാണ്. കാഞ്ചൻജംഗ സിക്കിമിലാണ്, ദിബ്രു സൈഖോവ ആസാമിലാണ്, കാസിരംഗ ആസാമിലാണ്, മനാസ് ആസാമിലാണ്, കേബിൾ ലംജാവോ മണിപ്പൂരിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ തന്നെ പഠിക്കണേ.